ഇന്ത്യയിൽ ആയിരക്കണക്കിന് വാഹനങ്ങളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വാഹനത്തിന്റെ പെട്രോൾ പോകുന്ന കുഴലിൽ ദ്വാരങ്ങൾ വീഴുന്നു. ഈ ദ്വാരങ്ങൾ വീഴിക്കുന്നത് ആരാണ് എന്ന് പഠിക്കുമ്പോൾ ആംബ്രോസിയ ബീറ്റിൽസ് എന്ന് പറയുന്ന ഒരു തരം വണ്ടുകളാണ്. അതിലെ ആൺവണ്ടുകൾക്ക് ചിറകുകളില്ല, അത് പൊതുവെ പറക്കാറില്ല. പെൺവണ്ടുകളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് ഇന്ത്യയിൽ നമ്മൾ അടിക്കുന്ന പെട്രോളിലെല്ലാം 20% എഥനോൾ ആണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാടൻ വാറ്റിന്റെയും ഇതിന്റെയും കെമിക്കൽ ഫോർമുല ഒന്ന് തന്നെയാണ്. പെട്രോളിൽ ചേർക്കുന്ന ഈ എഥനോളിന്റെ മണം അടിച്ചിട്ടാണ് ഈ ആംബ്രോസിയ ബീറ്റിൽസ് വന്നിട്ട് വാഹനങ്ങളുടെ പെട്രോൾ പോകുന്ന കുഴല് തുരക്കുന്നത്. ഒരു വണ്ടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റേത് ലോഹത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിന് ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ വാഹനങ്ങൾ കേടാകുന്നു. അപൂർവമായിട്ട് വാഹനങ്ങൾക്ക് തീ പിടിച്ച സംഭവങ്ങളും ഉണ്ട് ഈ വണ്ടുകൾ കാരണം. വാറ്റാണെന്ന് തെറ്റിദ്ധരിച്ച് വണ്ട് വന്ന് തുരന്ന് ഇത് കുടിക്കാൻ ശ്രമിക്കുന്നൊന്നുമല്ല. ഈ ആംബ്രോസിയ ബീറ്റിൽസ് എന്ന് പറയുന്നത് ഇതിന്റെ പെൺവണ്ടുകൾ അവരുടെ ശരീരത്തിൽ ഒരുതരം ഫംഗസ്, ഒരു പൂപ്പലിനെ എടുത്തുകൊണ്ട് വന്നിട്ട് മരത്തടികൾ തുരക്കും. ഈ മരത്തടികൾ തുരന്നിട്ട് ഈ ഫംഗസിനെ, പൂപ്പലിനെ അതിനകത്ത് വളർത്തും, അവിടെ മുട്ടയിടും. ഇത് വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ഈ ഫംഗസിനെയും കൂടെ കുറേയൊക്കെ തിന്നിട്ടാണ് അവർ പിന്നീട് ഒരു വണ്ടായിട്ട് മാറുക. ഇതെല്ലാ മരത്തടികളിലും ഇവരിങ്ങനെ വന്ന് ദ്വാരം ഉണ്ടാക്കില്ല. കേടായതോ അല്ലെങ്കിൽ ചീഞ്ഞു തുടങ്ങിയതോ ഒക്കെ ആയിട്ടുള്ള ചില മരത്തടികളുടെ ഭാഗങ്ങളിൽ നിന്ന്, അതായത് നശിച്ചു തുടങ്ങിയ ഇത്തരം മരക്കമ്പുകളിൽ നിന്ന് ചില ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് എഥനോൾ എന്ന് പറയുന്നത് വളരെ കുറച്ചായിട്ടുണ്ടാവും. ഈ സ്മെല്ല് അടിച്ചിട്ടാണ് ഈ വണ്ടുകൾ തീരുമാനിക്കുക ഇത് തങ്ങൾക്ക് തുരക്കാനും ഈ പറയുന്ന ഫംഗസിനെ വളർത്താനും മുട്ടയിടാനും ഒക്കെ പറ്റിയൊരു മരത്തടിയാണ് എന്ന്. ഇതേ കാര്യം ഈ പറയുന്ന നമ്മുടെ പെട്രോളിലുള്ള എഥനോളിന്റെ മണം അടിച്ച് തെറ്റിദ്ധരിച്ചിട്ടാണ് കാറുകളുടെ പെട്രോൾ പോകുന്ന കുഴലുകളിൽ പോയി വണ്ടുകൾ ഓട്ടയിടുന്നത്. കേരളത്തിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പെൺവണ്ടുകളാണ് പ്രശ്നം. കൊതുകിന്റെ കാര്യം പറയുന്ന പോലെയാണ്, പെണ്ണുങ്ങളായിട്ടുള്ള കൊതുകുകളാണ് നമ്മളെ വന്ന് ചോര കുടിക്കുന്നത്. ആണുങ്ങൾ ഈ പരിപാടി ചെയ്യാറില്ല. എന്നാൽ എല്ലാ പെൺ കൊതുകുകളും ഈ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതിന് മുട്ടയിടാൻ സമയമാകുമ്പോൾ ചില എക്സ്ട്രാ പ്രോട്ടീൻസ് ഒക്കെ ആവശ്യമായിട്ട് വരും. അതിനുവേണ്ടി മാത്രമാണ് ഇത് മനുഷ്യന്റെ ചോര കുടിക്കാൻ വരാറുള്ളത്. അതായത് പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുപോലെ തന്നെയാണ് ഈ വണ്ടുകളുടെയും കാര്യം. ഈ പെൺവണ്ടുകളും ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത് അവയുടെ പ്രത്യുൽപാദനത്തിന്റെ സമയമാകുമ്പോഴാണ്. പറഞ്ഞു വന്നത്, ഇപ്പോൾ എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട്. E20 പെട്രോള് അടുത്തിടയ്ക്ക് വേറെ സംഭവം കേൾക്കുകയാണ്. ഇതാ E85 വരുന്നു. അതായത് പെട്രോൾ 15% ഉള്ളൂ മുഴുവനും ഈ സാധനം. ഇതെന്താ ഇതിപ്പോ കഥ? മൈലേജ് കിട്ടുമോ? ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ പെട്രോൾ അടിച്ചിട്ട് വാഹനത്തിന് ഇത് കേടുപാടുകൾ ഉണ്ടാക്കുന്നു. പല വണ്ടികളും വർക്ക്ഷോപ്പിലാകുന്നു, വാഹനങ്ങൾ കേടായ റോഡിൽ കിടക്കുന്നു. ഇതിന്റെ ഒക്കെ കാരണം ഈ പറയുന്ന E20 ആണോ E85 ആണോ എന്നുള്ള സംശയം പലർക്കും ഉണ്ട്. അതൊന്ന് തീർത്തു തരാനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന E85 പെട്രോള് നിലവിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് പ്രത്യേകം അതിനുവേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള, മാറ്റം വരുത്തിയിട്ടുള്ള വാഹനങ്ങൾക്ക് വേണ്ടി മാത്രമേ അടിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഫ്ലെക്സ് ഫ്യൂവൽ വെഹിക്കിൾസ് എന്നാണ് അതിന് പറയുക. FFV എന്ന് പറയാം. അല്ലാതെ നാളെ മുതൽ നിങ്ങൾ പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോഴേക്കും ഇപ്പോൾ E20 പെട്രോൾ കിട്ടുന്നു എന്ന് പറയുന്നത് പോലെ നാളെ മുതൽ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് E85 ആക്കാൻ പോകുന്നു എന്നൊന്നും ആരും പേടിക്കണ്ട. ഈ പാലിൽ വെള്ളം ചേർത്ത് തരുന്ന പരിപാടിയല്ല ഇത്. അങ്ങനെയല്ല. ഇതൊരു ഗ്ലോബൽ പ്രാക്ടീസ് ആണ്. അമേരിക്കയിൽ പോലും കിട്ടുന്ന മുഴുവൻ പെട്രോളും വാഹനങ്ങൾക്ക് അടിക്കുന്നതെല്ലാം E10 പെട്രോൾ ആണ്. അതായത് 10% എഥനോളാണ്. യൂറോപ്പിലും അങ്ങനെയാണ്. ബ്രസീൽ എന്ന് പറയുന്ന രാജ്യം എടുത്തു കഴിഞ്ഞാൽ E27 പെട്രോൾ ആണ് അടിക്കുന്നത്. അതുപോലെ മുഴുവൻ എഥനോളിൽ ഓടുന്ന ഒരുപാട് വാഹനങ്ങളും അവിടെയുണ്ട്. ബ്രസീലാണ് ഈ കാര്യത്തിൽ ഒന്നാമത്. പോട്ടെ, ചൈനയിൽ എങ്ങനെയാണ്? ചൈനയിലും E10 പെട്രോൾ ആണ്. 90% പെട്രോളും 10% എഥനോളുമാണ്. വേറൊരു കാര്യമുണ്ട്, അമേരിക്കയിലൊക്കെ E10 ആണ് കോമൺ എന്ന് പറയുമ്പോൾ E15 ഉണ്ട്, E85 ഉണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ വന്നിരിക്കുന്ന സാധനമൊക്കെ പണ്ടേ അമേരിക്കയിലുണ്ട്. അതായത് ഇത് ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്ന പാലിൽ വെള്ളം ചേർത്തിരിക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയല്ല. പെട്രോൾ പോലെ തന്നെ ഒരു ഫ്യുവലാണ്, കത്തുന്ന അല്ലെങ്കിൽ എനർജി നൽകുന്ന ഒരു ഫ്യുവൽ തന്നെയാണ് ഈ എഥനോൾ എന്ന് പറയുന്നത്. അത് പെട്രോളുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് ഒരു നല്ല കോമ്പിനേഷൻ മാത്രമാണ്, അല്ലാതെ ഇതൊരു തട്ടിപ്പല്ല. അത് ആദ്യം മനസ്സിലാക്കുക. എന്ന് കരുതി ലോകത്ത് എല്ലായിടത്തും എഥനോൾ ചേർക്കുന്നുണ്ട് എന്നും പറയുന്നില്ല. ജപ്പാൻ, സൗത്ത് കൊറിയ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശുദ്ധമായ പെട്രോളാണ് കൊടുക്കുന്നത് എന്ന് പറയാം. ഇപ്പൊ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പമ്പിൽ പോയിട്ട് 100% പെട്രോൾ തന്നെ വേണം എന്നുണ്ടെങ്കിൽ BPCLന്റെ ഒക്കെ സ്പീഡ് 95 എന്ന് പറഞ്ഞാൽ അത് E20 ആണ്. ചിലർ കരുതുന്നത് അത് അങ്ങനെ അല്ലെന്നാണ്. സ്പീഡ് 100 എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിപ്പോ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കിട്ടുന്നത് 100% പെട്രോൾ തന്നെയാണ്. ഈ എഥനോൾ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ നമ്മുടെ നാടൻ വാറ്റില്ലേ, അങ്ങനെ തന്നെ പറയാം. കാരണം പ്രധാനമായിട്ടും കരിമ്പിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. കരിമ്പിന്റെ നീരിൽ നിന്ന്
അതുപോലെ കോണുണ്ട്, അതുപോലെ പഴകിയ പല സാധനങ്ങളിൽ നിന്നും, ധാന്യങ്ങളിൽ നിന്നും, അരിയിൽ നിന്നും, ഗോതമ്പിൽ നിന്നും, അങ്ങനെ പലതിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കരിമ്പാണ് എന്ന് പറയാം. ഉത്തർപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അതായത് ക്രൂഡ് ഓയിലിന്റെ ഉൽപ്പാദനം വളരെ കുറവായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ചൈനയും ഇന്ത്യയും ഒക്കെ. ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ ധാരാളമായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല. കുറച്ച് നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്, അത് നമുക്ക് ഒന്നിനും തികയുന്നില്ല. നമ്മൾ ഭൂരിഭാഗവും പുറത്തുനിന്ന് വാങ്ങുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അടിക്കുന്ന പെട്രോളിന്റെ 20% എഥനോൾ ചേർക്കുക എന്ന് പറഞ്ഞാൽ ഈ എഥനോൾ ഇവിടെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് ഉണ്ടാക്കുന്നത് കൂടുതലും കൃഷിയിലൂടെയുമാണ്. അതായത് ഗ്രാമീണരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് വലിയ പ്രയോജനം ലഭിക്കുന്ന, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കർഷകരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ പറ്റുന്ന ഒരു പരിപാടിയാണിതെന്ന് ആദ്യം മനസ്സിലാക്കുക. കാരണം നമ്മൾ ക്രൂഡ് ഓയിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരമുള്ള, നമ്മളെ കൊണ്ടാവുന്നത് പോലെ എഥനോൾ പകരം ഉണ്ടാക്കുന്ന അതേ പ്രക്രിയയാണിത്. E20 ആക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള പെട്രോളിന്റെ 20% നമ്മൾ പുറത്തു നിന്ന് ഇങ്ങോട്ട് ഇറക്കുന്നത് കുറച്ചു എന്നല്ലേ? നമ്മുടെ ഏറ്റവും വലിയ ചിലവുകളിൽ ഒന്ന് എന്താണ്? ക്രൂഡ് ഓയിൽ ദിവസവും വാങ്ങുക. ഏകദേശം 5 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലൊക്കെയാണ് നമുക്ക് ഒരു ദിവസം ആവശ്യമായിട്ടുള്ളത്. നിലവിലായിട്ട് 48 പമ്പുകളിലാണ് E85 പെട്രോൾ ഉള്ളത്. ഡിസംബറോടെ അത് 500 പമ്പുകളാക്കുമെന്ന് പറയുന്നു. 2027 ഏകദേശം 5000 E85 ഫ്യൂവല് കിട്ടുന്ന പമ്പുകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ. അതൊന്നും നിങ്ങൾ പോയി അടിക്കണ്ട. അതിനുവേണ്ടി മാറ്റം വരുത്തിയിട്ടുള്ള, അങ്ങനെ നിർമ്മിക്കുന്ന വാഹനങ്ങളുണ്ട്. FFV എന്ന് പറയുന്ന ഫ്ലെക്സ് ഫ്യൂവൽ വെഹിക്കിൾ. ഇതിന്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഇറാനിലെ പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ എന്താണ് കണ്ടത്? ഹോർമൂസ് അടച്ചിട്ടിട്ട് ഒരു വിധത്തിലൊക്കെയാണ് നമ്മൾ ഇത് ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്നൊക്കെ പറയാം. ഇതിലും വലിയൊരു പ്രശ്നം വന്ന് ഇപ്പൊ ഹൂതികളൊക്കെ ചെങ്കടലിലൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പരിപാടി അങ്ങ് നിന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രൂഡ് ഓയിലിൽ മാത്രമാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലോക്ക്ഡൌൺ ഒക്കെ വരുമെന്ന് നമ്മൾ കരുതിയതാണോ? അതുപോലെ ക്രൂഡ് ഓയിലിന്റെ സപ്ലൈ നമുക്ക് കിട്ടാതായാൽ ഒരു ദിവസം എന്ത് സംഭവിക്കും? ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന E85 ഇറങ്ങുന്ന ഫ്ലെക്സ് ഫ്യൂവൽ വെഹിക്കിൾസ് എങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്കെങ്കിലും അത് ഓടും. ഇതിൽ ചേർക്കാനായിട്ടുള്ള കുറച്ച് പെട്രോൾ നമുക്കിവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇന്ത്യ ഒരു ദിവസം ഒരു 5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഒക്കെ. ഇന്ത്യയിലും ക്രൂഡ് ഓയിലൊക്കെ ഉണ്ട്, കുഴിച്ചെടുക്കുന്നുമുണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യം വെച്ച് നോക്കുമ്പോൾ അത് നമുക്കൊന്നും ആവുന്നില്ല എന്നേ ഉള്ളൂ. അതായത് E20, E85 പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ വരുമ്പോൾ അതൊരു നല്ല കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷെ ഇനിയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്. ഇതിന്റെ പേരിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇതിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയല്ല ഇവിടെ മാധ്യമങ്ങളാണെങ്കിലും ഒക്കെ ന്യൂസ് പെരുപ്പിക്കുന്നത്. അതായത് ഈ പറയുന്ന E20 ഫ്യൂവല് ഉപയോഗിക്കണമെങ്കിൽ അതിന് മാറ്റം വരുത്തേണ്ടതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഹനം നിർമ്മിക്കുമ്പോൾ എഞ്ചിനിലും മറ്റുമൊക്കെ. അങ്ങനെ E20 ഫ്യൂവല് അല്ലെങ്കിൽ അങ്ങനെയുള്ള പെട്രോൾ അടിച്ചാലും കുഴപ്പമൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ അതിന് അനുയോജ്യമായ രീതിയിൽ പണിതിട്ടുള്ള വാഹനങ്ങൾ ഇന്ത്യയിൽ എത്രയുണ്ട് എന്ന് നോക്കിയാൽ 2011 മുതൽ 2025 വരെ ഇന്ത്യയിൽ വിറ്റിട്ടുള്ള കാറുകളുടെ എണ്ണം നോക്കിയാൽ അതിൽ പോലും 80% കാറുകളും, അതായത് 5-ൽ 4 കാറുകളും E5 അല്ലെങ്കിൽ E10 അതിനൊക്കെ വേണ്ടി മാത്രം പറ്റുന്ന രീതിയിലാണ്. E20ക്ക് പറ്റിയതേ അല്ല. പക്ഷെ അതിന്റെ അർത്ഥം ഈ പറയുന്ന E20 അതിനകത്ത് അടിച്ചു കഴിഞ്ഞാൽ വണ്ടി അപ്പോളെ കേടായി പോകുമെന്നൊന്നുമല്ല, മൈലേജിൽ കുറവുണ്ടാകാം എന്നുള്ളതാണ് പ്രധാന പോരായ്മയായിട്ട് പറയുന്നത്. അപൂർവമായിട്ട് വാഹനങ്ങളിൽ ചില അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടായി എന്ന് വരാം, വാഹനം തകരാറിലായി എന്നും വരാം. പക്ഷെ ഇതെല്ലാം റെയർ കേസുകളാണ്. ഭൂരിഭാഗവും ഇപ്പോൾ IIT കാൺപൂറിന്റെ അടക്കമുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഭൂരിഭാഗം കേസുകളും വാഹനത്തിന്റെ മറ്റ് ചില പ്രശ്നങ്ങൾ കാരണം, അതായത് കൃത്യസമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാതെ, സർവീസ് ചെയ്യാതെയൊക്കെ ഇരുന്നത് കൊണ്ട് പല പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും അതിൻ്റെ കൂടെ ഈ പറയുന്ന E20 ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. അതായത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതെല്ലാം E20 പെട്രോൾ അടിച്ചിട്ടാണ് എന്നങ്ങ് പറയുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ വരുന്നത്. വേറൊരു കാര്യം കൂടെ ഒന്ന് ഓർക്കുക, 2011 ശേഷമുള്ള കാര്യമാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിന് മുൻപുള്ള വാഹനങ്ങളുടെ കാര്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത് വളരെ പഴയ വാഹനങ്ങളിൽ ഇതൊട്ടും അനുയോജ്യമാണ് എന്ന് പറയുന്നില്ല. മൈലേജിന്റെ കുറവും പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഈ ഫാക്റ്റുകളെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതിനെല്ലാം വിമർശിക്കാനായിട്ട്. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എഥനോൾ ഉണ്ടാക്കേണ്ടത്, വലിയ രീതിയിൽ ഉണ്ടാക്കേണ്ടത് ഒരു ആവശ്യകതയുണ്ട്. അതുവഴി ഒരുപാട് കോടിക്കണക്കിന് ഗ്രാമീണര് സാമ്പത്തികമായിട്ട് ഉയർന്നു വരും. നമുക്ക് ഒരു സ്വയം പര്യാപ്തതയാണ് വരുന്നത് ഇന്ധനത്തിന്റെ കാര്യത്തിൽ. നിലവിൽ ഇറാനിലൊക്കെ നടക്കുന്നത് തന്നെ നമ്മൾ എത്രമാത്രം ബാധിച്ചു എന്ന് ചിന്തിക്കുക. അങ്ങനെ ഇരിക്കെ നമ്മൾ ഈ പറയുന്ന ഇന്ധനം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് 100% മറ്റ് രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ? അതിന് നമുക്ക് പരിഹാരമൊന്നുമില്ല. പക്ഷേ E20 തുടങ്ങി ഈ പറയുന്ന E85 പോലെയുള്ള കാര്യങ്ങളെങ്കിലും നമ്മൾ ശീലിക്കേണ്ടതല്ലേ ഇപ്പോളെ? ഒന്ന് ചിന്തിച്ചു നോക്കുക. കാരണം അങ്ങനെ ഓടാൻ കഴിയുന്ന ഈ പറയുന്ന FFV എന്ന് പറയുന്ന ടൈപ്പ് വെഹിക്കിൾസും ഒക്കെ ഒരുപാട് ഓടിക്കഴിഞ്ഞാൽ ഒരു പ്രതിസന്ധി നാളെ ഉണ്ടായാലും നമുക്ക് അതിജീവിക്കാം. ഇനി ഇതൊന്നും ഉണ്ടായില്ലെങ്കിലും
അതാണ് ഏറ്റവും നല്ല കാര്യം. പക്ഷെ അപ്പോൾ നമുക്കിവിടെ ഒരു സ്വയം പര്യാപ്തത ഉണ്ടാവുകയാണ്. E20 പെട്രോൾ അല്ലെങ്കിൽ E85 എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ ഇത്ര ശതമാനമെങ്കിലും നമുക്കിവിടെ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം. അത് പെട്രോളിന്റെ രൂപത്തിൽ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ എഥനോളിന്റെ രൂപത്തിൽ. പിന്നെ വേറെ ചിലർ ഒരു സങ്കടം പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന E20ക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഈ എഥനോളിന്റെ ഒക്കെ ചിലവെന്ന് പറഞ്ഞാൽ ഇതേ സാധനം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പെട്രോൾ ഒന്നും ചേർക്കാതെ നൽകുകയാണെങ്കിൽ ഇവിടെയുള്ള കുടിയന്മാർക്കൊക്കെ വലിയൊരു ആശ്വാസമല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതെ. കാരണം നമുക്കറിയാം 10 രൂപ പോലും ചിലവില്ലാത്ത സാധനമൊക്കെയാണ് നമ്മളിവിടെ 100 രൂപയ്ക്കും, ഒരു ഉദാഹരണം പറഞ്ഞതാണ്, അതായത് ഈ ബിവറേജുകളിൽ നിന്നൊക്കെ അന്യായ ടാക്സ് കൊടുത്തിട്ടാണ് ഈ സാധനം വാങ്ങുന്നത്. പക്ഷെ എഥനോൾ ഇവിടെ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ചീപ്പായിട്ട് കൊടുക്കുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം പിഴിഞ്ഞ് ടാക്സ് മേടിക്കാനായിട്ട് സാധിക്കില്ല. കാശ് കൊടുത്ത് ഇത് വാങ്ങുന്നു, എവിടെയെങ്കിലും ഇരുന്ന് കഴിച്ചാൽ പിടിക്കാനായിട്ട് പോലീസ് വരും എന്നുള്ളൊരു അവസ്ഥയാണ്. കുടിയന്മാർക്ക് വേണ്ടി പറയാൻ ഇവിടെ ആരും ഇല്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു. അതിൽ നിന്ന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്താണെങ്കിലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.